ഏത് സംസ്ഥാനമാണ് അപരാജിത ബിൽ പാസ്സാക്കിയത്? ഏത് സംസ്ഥാനമാണ്? അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ സിയാലിലാണ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലാണ് അല്ലെ. ഹായ്, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10 പ്രധാനപ്പെട്ട ഇന്ത്യ ഫാക്ട്സ് ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 10 ടോപ്പിക്കിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഫാക്റ്റുകൾ, അത് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യ ഫാക്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ രാജ്യവുമായിട്ട് അല്ലെങ്കിൽ രാജ്യത്താകമാനം നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ചോദ്യം വരാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള തിരഞ്ഞെടുത്ത 10 ടോപ്പിക്, അതിൽ നിന്നുള്ള ചോദ്യവും ഉൾപ്പെടുത്തി ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എന്താണെന്നുള്ളത്. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ അടുത്തിടെ ചില ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി അഥവാ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ചു. അപ്പൊ അങ്ങനെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷകളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇതിനകത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എത്ര മാർക്ക് കിട്ടി, ഈ പറയുന്ന ഏരിയകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, ഹോട്ട് ടോപ്പിക്കുകളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യവും പറയുക. ഓക്കെ, ശരി. അപ്പോ ഈ പറയുന്ന ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്: തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, ബംഗാളി, പാലി, സംസ്കൃതം, ഒഡിയ, മലയാളം, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്. എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു ഓപ്ഷൻ, ഒന്നും അറിയില്ലാത്ത കുട്ടിക്ക് പോലും ഈ പറയുന്ന 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ. കാരണം ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും സ്പാനിഷിനും ഒന്നും ഒരിക്കലും ഇന്ത്യയിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി നൽകാനായിട്ട് സാധ്യതയില്ല. ഓക്കെ, അതുകൊണ്ട് ഡി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് സൂപ്പറായിട്ട് എലിമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, കളയാവുന്നതാണ്. എങ്കിലും ഞാൻ ഇവിടെ ആൻസർ പറയുന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. രണ്ടാമത്തത്: 2013 ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷ ഏതാണ്? വീണ്ടും ക്ലാസിക്കൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? 2013 ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷ ഏതാണ്? മറാത്തി ഉണ്ട്, ബംഗാളി ഉണ്ട്, അതുപോലെ തന്നെ മലയാളമുണ്ട്, അസമീസ് ഉണ്ട്. ഈ പറയുന്ന 4 ഭാഷകളിൽ ഏതിനാണ് 2013 ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം. നോക്കിക്കേ, ഇന്ത്യയിൽ അടുത്തിടെ 5 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. എത്ര ഭാഷകൾക്കാണ്? 5 ഭാഷകൾക്ക്. 5 ഭാഷകൾക്ക്. അത് ഏതൊക്കെയാണ് ആ ഭാഷകൾ? നോക്കിക്കേ, മറാത്തി ഉണ്ട്, ബംഗാളി ഉണ്ട്. 1 മറാത്തി, 2 ബംഗാളി, 3 പാലി, 4 പ്രാകൃത്, 5 അസമീസ്. പഠിച്ചു വെക്കണേ, ഹോട്ട് ടോപ്പിക് ആണ്. ഇന്ത്യയിൽ അടുത്തിടെ 5 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ചത്. 1 മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്. മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ്. അപ്പൊ ഈ പറയുന്ന 5 ഭാഷകൾക്കാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി ശ്രേഷ്ഠ ഭാഷ പദവി എന്ത് ചെയ്തത്? ലഭിച്ചത്. അപ്പൊ നമുക്ക് മുൻപ് 6 ക്ലാസിക്കൽ ലാംഗ്വേജുകളാണ് ഉണ്ടായിരുന്നത്. മുൻപ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6 ശ്രേഷ്ഠ ഭാഷകളായിരുന്നു മുൻപുണ്ടായിരുന്നത്. ഇപ്പൊ 5 എണ്ണത്തിനും കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചപ്പോ മൊത്തം ശ്രേഷ്ഠ ഭാഷകൾ എത്രയായിട്ട് മാറി? 11 ശ്രേഷ്ഠ ഭാഷകളായിട്ട് മാറി. 6ൽ നിന്ന്
എന്തായിട്ട് മാറി? 11 മാറി. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണോ? മലയാളം ശ്രേഷ്ഠ ഭാഷയാണ്. എന്നാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത്? യെസ്, അത് 2013 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ലേ നിങ്ങൾക്ക്? 2013 ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് മലയാളത്തിനാണ്. ഓക്കെ, മലയാളത്തിനാണ് 2013 എന്ത് ലഭിച്ചത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. അപ്പൊ ഇവിടെ ആൻസർ സി ആണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഏതിനൊക്കെയാ? മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ് അല്ലെ? മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത് നമ്മൾ പഠിച്ചത് അവിടെ കിടക്കുന്നു. മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ് എന്ന് പറയുന്ന 5 ഭാഷകൾക്ക് അല്ലെ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, നമ്മുടെ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മറാത്തി, ബംഗാളി, പാലി, ഈ 3 ഭാഷകളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോക്കാം, തമിഴ്. നമ്മുടെ മുൻപ് നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവികൾ 6 ലാംഗ്വേജസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ആ 6 ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 തമിഴ്, 2 സംസ്കൃതം, 3 തെലുങ്ക്, 4 കന്നഡ, 5 മലയാളം, 6 ഒഡിയ. അപ്പൊ ഈ 6 ഭാഷകളൊന്ന് പഠിച്ചു വെച്ചേ. മുൻപ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 6 ഭാഷകൾ: 1 തമിഴ്, സംസ്കൃതം, അതുപോലെ തന്നെ തെലുങ്ക്. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ. ഓക്കെ, അപ്പോ 2000 വർഷത്തിൽ കൂടുതൽ ചരിത്രമുള്ള ഭാഷകൾക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന ഒരു ഓണർ അല്ലെ, ഒരു പദവിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അല്ലെങ്കിൽ പ്രത്യേക അംഗീകാരമാണ് ഈ ശ്രേഷ്ഠ ഭാഷാ പദവി എന്ന് പറയുന്നത്. 2000 വർഷത്തിൽ കൂടുതൽ പഴക്കം അല്ലെങ്കിൽ ചരിത്രമുള്ള ഭാഷകൾക്കാണ് കേട്ടോ. ഇനി തമിഴിന് 2004 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2004 തമിഴിനാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് തമിഴ് എന്ന് പറയുന്നത് അല്ലെ. സോ 2004 തമിഴിൽ നിന്നാണ് മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജസ് ഉരുത്തിരിഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ 2004 തമിഴിന് എന്ത് ലഭിച്ചത്? ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ചത്. 2014 ഒഡിയയ്ക്കായിരുന്നു അവസാനം ഈ പദവി ലഭിച്ചത്. ഓക്കെ, ഒഡിയയ്ക്കാണ് 2014 ഈ ഒരു പദവി, ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി എന്ത് ചെയ്തത്? ലഭിച്ചത്. അതിന് മുൻപ് 2013 മലയാളത്തിന്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കേ, നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ച പുതിയ ഭാഷകളെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് 1 ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക് ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ച ഭാഷകളെ കുറിച്ച്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് ഇതാണ്. നോക്കിക്കേ, ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ളതാണ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക് ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ളതാണ്. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരേതാണ്? 2024 ഓഗസ്റ്റിലാണ് അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. അപ്പൊ അറബിക്കടലിൽ രൂപം കൊണ്ട ഈ ഒരു ചുഴലിക്കാറ്റിന് നൽകിയ പേരെന്താണ് എന്നാണ് ചോദ്യം. അസ്നയുണ്ട്, ബിപ്പർജോയുണ്ട്, ഫാനിയുണ്ട്, ഓഖിയുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക്. അസ്ന ചുഴലിക്കാറ്റ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അസ്ന ചുഴലിക്കാറ്റ് ഏത് രാജ്യമാണ് നാമകരണം ചെയ്തത്? അപ്പൊ 2024 ഓഗസ്റ്റില് അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് അസ്ന എന്നാണ്. അസ്നയ്ക്ക് പേര് നൽകിയത് ഏത് രാജ്യം എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനാണ് അസ്നയ്ക്ക് പേര് നൽകിയത്. ഗുജറാത്തിൽ വ്യാപകമായി നാശനഷ്ടത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് അസ്ന ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ഗുജറാത്തില് വ്യാപക നാശനഷ്ടത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ്. മറ്റൊരു പ്രത്യേകത, 1976 ശേഷം, ആഫ്റ്റർ 1976, 1976 ശേഷം
ഓഗസ്റ്റില് അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ആദ്യ ചുഴലിക്കാറ്റാണ്. 1976 ശേഷം ഓഗസ്റ്റ് മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ആദ്യ ചുഴലിക്കാറ്റാണ് അസ്ന എന്ന് പറയുന്നത്. അംഗീകരിക്കപ്പെടുകയോ പ്രശംസിക്കപ്പെടുകയോ ചെയ്യേണ്ടത് എന്നാണ് അസ്നയുടെ അർത്ഥം. ഓക്കെ, അംഗീകരിക്കപ്പെടുകയോ പ്രശംസിക്കപ്പെടുകയോ ചെയ്യേണ്ടത് എന്നാണ് അസ്നയുടെ അർത്ഥം വരുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പൊ ചുഴലിക്കാറ്റാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്. അസ്ന ചുഴലിക്കാറ്റാണ് രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചുഴലിക്കാറ്റുകളെ കുറിച്ച് മറ്റൊരു ക്ലാസ് ചെയ്യാം കേട്ടോ. പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ നമുക്ക് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ പറയാത്തത്. ഓക്കെ, അപ്പോൾ ചുഴലിക്കാറ്റ്, അസ്ന ചുഴലിക്കാറ്റ് 2024 ഓഗസ്റ്റിൽ അറബിക്കടലില് രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ഓക്കെ, പേര് നൽകിയത് ആരാണ്? പേര് നൽകിയത് പാകിസ്ഥാനാണ്. കിട്ടിയില്ലേടാ? ഈ രണ്ട് സാധനങ്ങളും കിട്ടിയില്ലേ? 2 ക്വസ്റ്റ്യൻസും കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ടോപ്പിക് 3യിലേക്ക് വരാം. നമ്മുടെ മൂന്നാമത്തെ ഒരു ഹോട്ട് ടോപ്പിക് ഇന്ത്യ ഫാക്ട്സിനകത്തുള്ള ടോപ്പിക് 3യിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് സംസ്ഥാനമാണ് അപരാജിത ബിൽ പാസാക്കിയത്? ഏത് സംസ്ഥാനമാണ് അപരാജിത ബില്ല് പാസാക്കിയത്? ഓക്കെ, അപരാജിത ബില്ല് പാസാക്കിയത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അപരാജിത ബിൽ പ്രകാരം വധശിക്ഷ നടപ്പാക്കുന്നത് എപ്പോഴാണ്? അപ്പൊ അത് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നോക്കിക്കേ, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എല്ലാ ബലാത്സംഗ കേസുകളിലും ഈ പറയുന്ന രീതിയിൽ വധശിക്ഷ നടപ്പാക്കാനെന്ന് പറയുന്നുണ്ട്. ഇരകൾ കൊല്ലപ്പെടുകയോ കോമയിലാവുകയോ ചെയ്താലാണ് കുട്ടികളെ ബാധിക്കുന്ന എല്ലാ കേസുകളും. ഗ്രൂപ്പ് ബലാത്സംഗ കേസുകളിൽ മാത്രമാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ബില്ലിന്റെ കാര്യം പറയുന്നത് എന്ന് 4 ഓപ്ഷൻ ഉണ്ട്. നോക്കിക്കേ, നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ അപരാജിത ബില്ല് പാസാക്കിയത് പശ്ചിമ ബംഗാളാണ്. റീസെന്റ് ആയിട്ട് നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള റേപ്പ് കേസിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ രാജ്യമൊട്ടാകെ നമ്മൾ കേട്ടത് അല്ലെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ നിയമസഭയിലാണ് ഈ പറയുന്ന അപരാജിത ബില്ല് പാസാക്കിയത് പശ്ചിമ ബംഗാളിലാണ്. എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേപ്പ് കേസുകളിൽ ഇരകൾ കൊല്ലപ്പെടുകയോ കോമയിലാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ്? വധശിക്ഷ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ലാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ എന്ന് പറയുന്നത്. കുട്ടികൾക്കായിരുന്നാലും ആരായിരുന്നാലും ഓക്കെ, അതായത് കുട്ടികളെ ബാധിക്കുന്ന കേസുകളായിരുന്നാലും വലിയ ആളുകളായിരുന്നാലും ഒക്കെ ഇരകൾ കൊല്ലപ്പെടുകയോ കോമയിലാകുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ നൽകുന്ന എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് അപരാജിത ബിൽ. അത് പശ്ചിമ ബംഗാളിലാണ് പാസ്സാക്കിയത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ് ആൻസർ വരുന്നത്. ഇവിടെ വന്നിട്ട് എന്താണ്? ഇരകൾ കൊല്ലപ്പെടുകയോ കോമയിലാവുകയോ ചെയ്താലാണ് ഈ പറയുന്ന വധശിക്ഷ അപരാജിത ബില്ല് പ്രകാരം നടപ്പിലാക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ബില്ല് കൂടി പാസ്സാക്കി നമുക്ക് നോക്കാം. അടുത്തിടെ സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കി ഉയർത്തുന്ന ബില്ല് പാസ്സാക്കിയത് എവിടെയാണ്? സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്ന് എത്രയാക്കി ഉയർത്തി? 21 ആക്കി ഉയർത്തിയ ബില്ല് പാസ്സാക്കിയത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. അപ്പോ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ ഇതിനായിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്താനുള്ള പല നടപടികളും കൈക്കൊണ്ടതാണ്. എന്നാൽ ഒരു സംസ്ഥാനത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. അത് നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതും കൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 ആക്കി ഉയർത്തുന്നതിനുള്ള ബില്ല് അടുത്തിടെ പാസ്സാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ആരാണ്? ഹിമാചൽ പ്രദേശാണ്. പശ്ചിമ ബംഗാളിനെ കുറിച്ചും ഹിമാചൽ പ്രദേശിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ എത്രാമത്തെ ടോപ്പിക് ആയിരുന്നു? ടോപ്പിക് 3 ആയിരുന്നു അല്ലെ. ഓക്കെ, ടോപ്പിക് 3 ആയിരുന്നു. അടുത്ത നമുക്ക് ടോപ്പിക് 4ലേക്ക് പോകാം.
അടുത്ത നമ്മുടെ ടോപ്പിക് 4 ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് ഏത് വിമാനത്താവളത്തിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം, മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂർ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ സിയാലിലാണ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലാണ് അല്ലെ. സിയാലിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത്. അപ്പൊ എന്താണ് ഈ എയ്റോ ലോഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കുറഞ്ഞ ചിലവിൽ യാത്രക്കാർക്ക് ഒരു അന്താരാഷ്ട്ര സൗകര്യം അല്ലെങ്കിൽ അവർക്ക് ആഗോള നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന്റെ അനുഭവം ഒരുക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ഒരു പുതിയ പദ്ധതി എന്ത് ചെയ്യുന്നത്? സിയാൽ ഒരുക്കുന്നത്. അപ്പോൾ 0484 എയ്റോ ലോഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. 0484 എയ്റോ ലോഞ്ച് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് സിയാലിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, സിയാലിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള പദ്ധതി ഇടുന്നത് സിയാലിലാണ് അല്ലെ. അപ്പൊ മാത്രമല്ല, സിയാലിന്റെ പല COVID-19 സമയത്തുള്ള പദ്ധതികൾക്കും അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവുകൾക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് എവിടെയാണ്? സിയാലിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് 4 ആണ് കഴിഞ്ഞത്. ടോപ്പിക് 5 നോക്കാം. ടോപ്പിക് 5 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ലഡാക്കിൽ പുതുതായി രൂപീകരിക്കാൻ പോകുന്ന ജില്ലകളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓക്കെ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ലഡാക്കില് പുതുതായിട്ട് ചില ജില്ലകൾ രൂപീകരിക്കാൻ പോവാണ്. അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ നോക്കാം. ലേ കാർഗിൽ സൻസ്കർ, സൻസ്കർ ദ്രാസ് ഷാം, നുബ്ര ചാങ്താങ് ഖാദു, ലേ കാർഗിൽ നുബ്ര. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എന്താണെന്ന്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ലഡാക്കിൽ പുതുതായിട്ട് ചില ജില്ലകൾ രൂപീകരിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലഡാക്കിൽ നിലവിൽ എത്ര ജില്ലകളുണ്ട്, ഏതൊക്കെ ജില്ലകളാണുള്ളതെന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ തന്നിട്ടുണ്ട്: സൻസ്കർ ദ്രാസ് ഷാം, ലേ കാർഗിൽ, നുബ്ര ചാങ്താങ്, ലേ കാർഗിൽ സൻസ്കർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ലഡാക്കിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ 5 ജില്ലകളാണ്: 1 സൻസ്കർ, 2 ദ്രാസ്, 3 ഷാം, 4 നുബ്ര, 5 ചാങ്നാങ്. ഓക്കെ, സൻസ്കർ ദ്രാസ്, സൻസ്കർ ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. ഇതിനകത്ത് സൻസ്കറും നുബ്രയൊക്കെ നിങ്ങൾ കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളതാണ് അല്ലെ. ഓക്കെ, നുബ്രയും സൻസ്കറും കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നിലവില് ലേ കാർഗിൽ എന്നീ ജില്ലകളാണ് എവിടെയുള്ളത്? നമ്മുടെ ലഡാക്കിലുള്ളത്. ഓക്കെ, നിലവില് ലേ കാർഗിൽ എന്നീ ജില്ലകളാണ് എവിടെയുള്ളത്? ലഡാക്കിലുള്ളത്. ഓക്കെ, അപ്പൊ പുതുതായിട്ട് വരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? സൻസ്കർ, ദ്രാസ്, അതുപോലെ തന്നെ നുബ്ര, ഷാം, ചാങ്താങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് നോക്കിയേ, സൻസ്കർ, ദ്രാസ്, ഷാം, ഇതാണ് ആൻസർ വരുന്നത്. സൻസ്കർ, ദ്രാസ്, ഷാം. ലേയും കാർഗിലൊക്കെ മുന്നേ ഉള്ള ജില്ലകളാണ് അല്ലെ. ഓക്കെ, ഇവിടെ ലേ തന്നിട്ടുള്ളതുകൊണ്ട് ഇതും വരത്തില്ല. ഇവിടെ നമുക്ക് ഖാദു, അതും വരത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സൻസ്കർ, ദ്രാസ്, ഷാം. 5 ജില്ലകളാണ് പ്രധാനമായിട്ടും എവിടെ വരാൻ പോകുന്നത്? ലഡാക്കിൽ വരാൻ പോകുന്നത്. അപ്പൊ നേരത്തെ 2 ജില്ലകളുണ്ട്, 5ഉം കൂടി ആകുമ്പോ എത്രയാണ്? 7 ജില്ലകള് ലഡാക്കില്. ഓക്കെ, 5 ജില്ലകളാണ് വരാൻ പോകുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജമ്മു കാശ്മീർ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ജമ്മു കാശ്മീരിനെ വിഭജിച്ചാണ് ജമ്മു കാശ്മീറും ലഡാക്കും ആക്കി മാറ്റിയത്. അപ്പോ നമ്മുടെ റീസെന്റ് ആയിട്ട് നമുക്കറിയാം ഈ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിളാണ് 370. ഈ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തിട്ടാണ് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിനെയും
ലഡാക്കിനെയും അല്ലെങ്കിൽ ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ജമ്മു കാശ്മീറും ലഡാക്കുമാക്കി മാറ്റിയത്. സോ 2023 ഡിസംബർ 11 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഇങ്ങനെ ജമ്മു കാശ്മീരിനെ വിഭജിച്ച സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിക്ക് മുന്നിൽ ഒരുപാട് ഹർജികൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 2023 ഡിസംബർ 11 സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി കൽപ്പിച്ചു. അത് PSC ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. എന്താണ് ആ വിധി എന്ന് പറയുന്നത്? കേന്ദ്ര സർക്കാർ 370 ഒഴിവാക്കിയ തീരുമാനം, കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തെ ശരിവെച്ചത് കൊണ്ടുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതി പറഞ്ഞത് 370 എന്ന് പറയുന്ന ഒരു താൽക്കാലിക ഭരണഘടന ആർട്ടിക്കിൾ മാത്രമാണ്. അതില് ആ ഒരു സംസ്ഥാനത്തെ വിഭജിക്കാനോ അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പുതിയ സംസ്ഥാനം ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ആർക്ക് അധികാരമുണ്ട്? കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് ആ വിധിയില് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വിധി കൽപ്പിച്ച് 2023 ഡിസംബർ 11 അപ്പോൾ ജമ്മു കാശ്മീർ വിഭജന ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ഇതൊന്ന് നോക്കി വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷായാണ്. രാജ്യസഭ അത് പാസ്സാക്കിയത് ഓഗസ്റ്റ് 5, 2019 ഓഗസ്റ്റ് 5 തൊട്ടടുത്ത വർഷം ലോക്സഭ അത് പാസ്സാക്കി. ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതിനുശേഷം ഒക്ടോബർ 31 എന്ത് ചെയ്തു? 2019 ഒക്ടോബർ 31 എന്ത് ചെയ്തു? ജമ്മു കാശ്മീർ വിഭജന ബില്ല് നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എപ്പോഴും ചോദിക്കുന്നത്, ഈ ബില്ല് നിലവിൽ വന്നത് എന്നാണ്. ഓക്കെ, ജമ്മു കാശ്മീർ വിഭജന ബില്ല് നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31. ഓക്കെ, ക്ലിയർ ആണോ? ഇനി മറ്റൊരു കാര്യവും കൂടി ജമ്മു കാശ്മീരിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, അതും കൂടെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് ഭാഗം 21 പാർട്ട് 21 പാർട്ട് 21 ഒരു താൽക്കാലിക വ്യവസ്ഥ മാത്രമാണ് 370 എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കേസിൽ സുപ്രീം കോടതി 2023 ഡിസംബറിൽ പറഞ്ഞത് ഭാഗം 21 പാർട്ട് 21 ഒരു താൽക്കാലിക വ്യവസ്ഥ മാത്രമാണ് എന്ത്? അനുച്ഛേദം 370 എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന 370 എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് കേട്ടോ. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ്, ഭരണഘടന അനുച്ഛേദമായിരുന്നു ആർട്ടിക്കിൾ 370. ഇത് റദ്ദ് ചെയ്തിട്ടാണ് ജമ്മു കാശ്മീർ വിഭജിക്കുന്നത്. പിന്നീട് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ മേഖലകളിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനയിലെ വകുപ്പാണ് 35A എന്ന് പറയുന്നത്. 35A അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ ലാൻഡ് വാങ്ങാനായിട്ട് അവർക്ക് അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 35A എന്ന് പറയുന്നത്. ഇതും എന്ത് ചെയ്തു? റദ്ദ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം റീസെന്റ് ആയിട്ട് നമ്മുടെ 18ാമത് ലോക്സഭാ ഇലക്ഷന് ശേഷം നമ്മുടെ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ജമ്മു കാശ്മീരിൽ പുതിയ നിയമസഭ എന്ത് ചെയ്തു? രൂപീകരിച്ചു. ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിന്റെ CM ആയിട്ട് എന്ത് ചെയ്തു? അധികാരമേറ്റു. അതുപോലെ തന്നെ നയാബ് സിംഗ് സൈനി ഹരിയാനയിലെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് എന്ത് ചെയ്തു? ചുമതലയേറ്റു. നമ്മുടെ വിനേഷ് ഫോഗട്ട് ഹരിയാനയിലെ ജൂലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ജമ്മു കാശ്മീരിൽ ഈ ഒരു ഇലക്ഷന് മുൻപ് വരെ, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ ജമ്മു കാശ്മീർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. ഓക്കെ, അപ്പോ ഏകദേശം 6 വർഷത്തോളം നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണം അവസാനിച്ചത് അല്ലെങ്കിൽ പിൻവലിച്ചത് 2024 ഒക്ടോബർ 13 2024 ഒക്ടോബർ 13 ജമ്മു കാശ്മീരിലെ രാഷ്ട്രപതി ഭരണം എന്ത് ചെയ്തത്? പിൻവലിച്ചത്. അപ്പോ ജമ്മു കാശ്മീരിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിന് അവസരം ഒരുങ്ങിയപ്പോൾ എന്ത് ചെയ്തു? രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. അപ്പൊ കഴിഞ്ഞ 6 വർഷത്തോളമായിട്ട് ജമ്മു കാശ്മീർ പ്രസിഡൻഷ്യൽ റൂളിന് കീഴിലായിരുന്നു. ഓക്കെ, ഏകദേശം 2018 മുതൽ 2018 ചില രാഷ്ട്രീയ
സാഹചര്യങ്ങൾ കാരണം സപ്പോർട്ടൊക്കെ പിൻവലിച്ചത് കൊണ്ട് NDA സർക്കാർ ജമ്മു കാശ്മീരിലെ പ്രാദേശിക പാർട്ടിയുമായിട്ടുള്ള സഖ്യം പിൻവലിച്ചതിന് ശേഷം അവിടെ ചില രാഷ്ട്രീയ പ്രഷർ കാരണം അവിടെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാവുകയും 2018 മുതൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A ഇത് രണ്ടും റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ എന്ത് ചെയ്തു? നിലനിന്നിരുന്ന 2018 പ്രഖ്യാപിച്ച ആ രാഷ്ട്രപതി ഭരണം ജമ്മു കാശ്മീരിൽ പുതിയൊരു ഗവൺമെന്റ് വരുന്നത് വരെ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. മനസ്സിലായോ? 2018 ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രേരണ കാരണം 2018 ജമ്മു കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കി. അതിനുശേഷം 2019 ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35 എന്ത് ചെയ്യുന്നത്? റദ്ദാക്കുന്നത്. റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ രാഷ്ട്രപതി ഭരണം എന്ത് ചെയ്തു? നീട്ടി. അതായത് അടുത്തൊരു ഗവൺമെന്റ് ഒരു തിരഞ്ഞെടുപ്പിലൂടെ ജമ്മു കാശ്മീരിൽ വരുന്നത് വരെ ജമ്മു കാശ്മീർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരിക്കും എന്ന് പറഞ്ഞ് ആ രാഷ്ട്രപതി ഭരണം എന്ത് ചെയ്തു? നീട്ടി. അത് എവിടം വരെ എത്തി? 2024 ഒക്ടോബർ 13 അന്ന് നീട്ടി. 2019 എക്സ്റ്റെൻഡ് ചെയ്ത രാഷ്ട്രപതി ഭരണം അവസാനിച്ചത് 2024 ഒക്ടോബർ 13 മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോയത്. അപ്പൊ നമ്മുടെ ടോപ്പിക് എത്രയായിരുന്നു? ടോപ്പിക് 5 അല്ലെ? നമ്മൾ ജമ്മു കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു വന്നത് ടോപ്പിക് 5 ആയിരുന്നു. അടുത്ത നമുക്ക് നോക്കാം, ടോപ്പിക് 6 നോക്കാം. ജമ്മു കാശ്മീരിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ടോപ്പിക് 6. നോക്കിക്കേ, ടോപ്പിക് 6 ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും അടുത്ത കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും അടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് തമിഴ്നാട്, മഹാരാഷ്ട്ര, തെലങ്കാന, ബീഹാർ. ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നോക്കിക്കേ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പല കണക്കുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാറുണ്ട് അല്ലെ? അങ്ങനെ റീസെന്റ് ആയിട്ട് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം നമുക്കറിയാം, നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അതിനുശേഷം അതിനകത്ത് 10ാം സ്ഥാനത്ത് നമ്മുടെ കോഴിക്കോടുണ്ട്. കേരളത്തിൽ നോക്കുവാണെങ്കിൽ കോഴിക്കോട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരങ്ങളിൽ 10ാം സ്ഥാനം കോഴിക്കോടിനുണ്ട്. 2ാം സ്ഥാനം ചെന്നൈക്ക്, 3ാം സ്ഥാനം കോയമ്പത്തൂരിനുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യവും PSC അടിക്കടി ചോദിക്കുന്ന സാധനവുമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഇവിടെ നോക്കിക്കേ, ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേല ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. 2022 റിപ്പോർട്ട് പ്രകാരമാണ് തെലങ്കാനയാണ്. 175 കേസുകളാണ് 2022 തെലങ്കാനയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം അവിടെ പറഞ്ഞത്. ഇനി 2ാം സ്ഥാനം ആസാമിനാണ്. 2ാം സ്ഥാനം ആർക്കാണ്? അസമിനാണ്. ഇനി ബാലവേല ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ത്രിപുര, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഈ 2022 ബാലവേല കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ബാലവേല നിലനിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേലകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. അപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ശരി, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് ടോപ്പിക് 7 നോക്കിക്കേ, രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം തടയാനായിട്ട് ആരോഗ്യം പദ്ധതി, നാശമുക്ത ഭാരത് അഭിയാൻ, വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി, മെഡിക്കൽ സേവന പരിഷ്കരണം. ഏത് പദ്ധതിയാണ്?
യെസ്, ഇവിടെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നാശമുക്ത ഭാരത് അഭിയാൻ ആണ്. നാശമുക്ത ഭാരത് അഭിയാൻ. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നാശമുക്ത ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള ലഹരി ഉപയോഗം തടയാനായിട്ടും അത് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് എന്ത്, നാശമുക്ത ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. നാശമുക്ത ഭാരത് അഭിയാൻ. ഇനി മറ്റൊരു പദ്ധതി നോക്കാം. 2023 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്, നിങ്ങൾക്കറിയാമല്ലോ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി പല പദ്ധതികളും പ്രഖ്യാപിക്കാറുണ്ട്. 2023 സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ലഖ്പതി ദീദി എന്ന് പറയുന്ന പദ്ധതി. ലഖ്പതി ദീദി, ഈ പദ്ധതി റീസെന്റ് ആയിട്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലഖ്പതി ദീദി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ദീദി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ചേച്ചി എന്നൊക്കെ പറയുന്ന വാക്കാണ് അല്ലെ. സോ അത് വനിതകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകളെ, സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുടുംബശ്രീയാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്വയം സഹായ സംഘങ്ങളിലുള്ള സ്ത്രീകളെ സഹായിക്കാനായിട്ടുള്ള പദ്ധതി, ഏകദേശം 2 കോടി സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ലഖ്പതി ദീദി. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ സാമ്പത്തിക ശാക്തീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നൈപുണ്യ വികസനം, അതായത് അവർക്ക് പല സ്കിൽ അക്വയർ ചെയ്യാനായിട്ട്, ഇപ്പോൾ തയ്യല്, അതുപോലെ തന്നെ മറ്റ് കരകൗശല വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സ്കില്ല്, അങ്ങനെ ഏത് മേഖലകളിലാണോ അവർക്ക് താല്പര്യം ആ മേഖലയിൽ അവരുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യിക്കുന്നതിനായിട്ട്, അതുപോലെ തന്നെ ആ മേഖലയിൽ സ്കിൽ ഇംപ്രൂവ് ചെയ്ത്, ഇനിയിപ്പോൾ ചിലവർക്ക് ഓൺട്രപ്രണർഷിപ്പ് ആയിരിക്കും, പുതിയ സംരംഭകത്വം ആയിരിക്കും താല്പര്യം, അങ്ങനെയുള്ള വർക്ക് ആ മേഖലയിൽ സംരംഭകത്വം തുടങ്ങാനായിട്ടുള്ള സഹായം നൽകുക. അപ്പോൾ മൊത്തത്തിൽ ഒരു വനിതാ ശാക്തീകരണത്തിന്റെ ഒപ്പം തന്നെ അവരെ ഒന്ന് സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ലഖ്പതി ദീദി എന്ന് പറയുന്ന പദ്ധതി. ഏകദേശം 2 കോടി സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ലഖ്പതി ദീദി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ ടോപ്പിക് 7 ആയി. നമുക്കിനി ടോപ്പിക് 8 നോക്കാം. ടോപ്പിക് 8 ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ലിത്തിയം ഖനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് ഒരുപാട് ജില്ലകൾ, പ്രത്യേകിച്ച് നമ്മുടെ നഗോർ ജില്ല അല്ലെ, നമ്മുടെ നഗോർ ജില്ലയിൽ നമ്മുടെ വലിയൊരു ലിത്തിയം ശേഖരമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജമ്മു കാശ്മീരിൽ നമ്മൾ ലിത്തിയം ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിത്തിയം അയൺ ബാറ്ററീസ് എന്ന് പറയുന്നത്. ഒരുപാട് ഡ്യൂറബിലിറ്റി ഉള്ള ഒന്നാണ് ലിത്തിയം അയൺ ബാറ്ററീസ്. അപ്പോൾ അതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിത്തിയം. അപ്പോൾ ഇന്ത്യയെ തന്നെ ലോക മാർക്കറ്റിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു ഡെപ്പോസിഷനാണ് ലിത്തിയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത്. സോ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളൊരു ലിത്തിയം ഖനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു ലിത്തിയം ഖനി, ഒരു ലിത്തിയം മൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതെവിടെയെന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനം? കേരളം തന്നിട്ടുണ്ട്, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര. നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ലിത്തിയം ഖനി നിലവിൽ വരുന്നത് കോർബ ജില്ല, ഛത്തീസ്ഗഡിലെ കോർബ ജില്ല. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ കോർബയിലെ കഠോര മേഖലയിൽ, കോർബയിലെ കഠോര മേഖലയിലാണ് നമ്മുടെ ലിത്തിയം ഖനി തുറക്കാനായിട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലിത്തിയം ഖനി നിലവിൽ വരുന്നത് മറക്കണ്ട, ഛത്തീസ്ഗഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നിലവിൽ വരുന്നുണ്ടെങ്കിൽ അതങ്ങ് പഠിച്ചു വെച്ചേക്കണം, ചോദിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ലിത്തിയം ഖനി ചോദിച്ചിട്ടുണ്ട്. അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് LD-ക്കാണെന്ന് തോന്നുന്നു, നമ്മുടെ നഗോർ ജില്ലയിൽ നിന്ന് എന്തിന്റെ ഡെപ്പോസിഷനാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിത്തിയത്തെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ലിത്തിയം ഖനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിലാണ്.
ഇനി നോക്കിക്കേ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ ഫാക്ടുകൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വന്നത് പുനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വന്നത് പുനെയിലാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ജനങ്ങൾക്ക് ഭരണഘടനയുടെ അന്തസ്സത്തെയും അതുപോലെ തന്നെ ഓരോ ജനങ്ങളുടെയും മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് നിലവിൽ വന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് മറക്കണ്ട, പുനെയിലാണ് നിലവിൽ വന്നത്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് പുനെയിലാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണത്തിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഷുറൻസ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് നാഗാലാൻഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണത്തിനായിട്ട് എന്താരംഭിച്ചത്? ഇൻഷുറൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. അടുത്ത നോക്കിക്കേ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയാണ്. പേര് ഈസിവിൻ. ഈസിവിൻ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് അല്ലെ. കേരളത്തിലാണ് 1967 ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഗ്യക്കുറി അവതരിപ്പിച്ചത്. അതായത് ഇവിടെ ഉണ്ട് 1967 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഗ്യക്കുറി അവതരിപ്പിച്ചത് കേരളത്തിലാണ്. എന്നാൽ ഡിജിറ്റൽ ഭാഗ്യക്കുറി ഈസിവിൻ എന്ന പേരിൽ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് മേഘാലയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ടോപ്പിക് 9 നോക്കാം. അടുത്ത 9ാമത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. 9ാമത്തെ ടോപ്പിക്കിലെ ചോദ്യം ഇതാണ്: 2024 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ പട്ടികയിൽ പുതുതായിട്ട് എത്ര സൈറ്റുകളാണ് ഉൾപ്പെടുത്തിയത്? അപ്പൊ നമുക്കറിയാം, റാംസാർ സൈറ്റുകൾ നമ്മുടെ വെറ്റ്ലൻഡ്സിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് റാംസാർ കൺവെൻഷൻ അല്ലെ. അപ്പോ റീസെന്റ് ആയിട്ട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മള് ഈ 2024 സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പഠിക്കുന്നത്. ഇതൊരു റെക്കോർഡഡ് ക്ലാസ് ആണ്. ചിലപ്പോൾ ഇതിനകത്ത് അപ്ഡേഷൻ വന്നേക്കാം. നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞു ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ റാംസാർ സൈറ്റുകൾ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു പ്രത്യേക സ്പെഷ്യൽ ഡേക്ക് റാംസാർ സൈറ്റുകൾ എന്ത് ചെയ്യാം, പ്രഖ്യാപിച്ചേക്കാം. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് റാംസാർ സൈറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിലവിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 85 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അത് അപ്ഡേറ്റഡ് ആയിരിക്കാം. ഞാൻ പറഞ്ഞു 2024 നവംബറിലെ കണക്കുകൾ പ്രകാരം, അതായത് 2024 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് 3 റാംസാർ സൈറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് 3 വെറ്റ്ലൻഡ്സിനെയാണ് ആ ഒരു റാംസാർ സൈറ്റിലേക്ക് എന്ത് ചെയ്തത്, നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 3 സൈറ്റുകളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. തമിഴ്നാട്ടിലെ നഞ്ചരായൻ പക്ഷി സങ്കേതം, കഴുവേലി പക്ഷി സങ്കേതം, മധ്യപ്രദേശിലെ തവ റിസർവോയർ. ഈ പറയുന്ന 3 എണ്ണം. ഇപ്പൊ മുൻപ് നമുക്ക് 82 സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് 2024 ഓഗസ്റ്റ് 15 വരെ നമുക്ക് 82 സൈറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് 3 എണ്ണം കൂടി ആഡ് ചെയ്യപ്പെട്ടു, 85 എണ്ണമാണ് ഇപ്പോൾ 2024 നവംബറിലെ കണക്ക് പ്രകാരം കേട്ടോ. അപ്പോൾ 3 എണ്ണമാണ് പുതുതായിട്ട് ആഡ് ചെയ്തത്. തമിഴ്നാട്ടിലെ നഞ്ചരായൻ പക്ഷി സങ്കേതം, കഴുവേലി പക്ഷി സങ്കേതം, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ തവ റിസർവോയർ. അപ്പൊ നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് 18 സൈറ്റുകൾ, ഉത്തർപ്രദേശിലെ 10 റാംസാർ സൈറ്റുകളാണുള്ളത്. അപ്പൊ നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. നമുക്ക് ഉത്തർപ്രദേശ് 10 റാംസാർ സൈറ്റുകളാണുള്ളത്. ക്ലിയർ ആണ്? 9ാമത്തെ ടോപ്പിക്കും ക്ലിയർ ആണ്. അറ്റ് ലാസ്റ്റ് 10ാമത്തെ ടോപ്പിക് 10 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
നമ്മൾ പറയത്തില്ല ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന്, അതുപോലത്തെ ഒരു സംഭവമാണ്. ലാസ്റ്റത്തെ ആണെങ്കിലും കുറച്ച് പവർഫുൾ ആണ്, സയൻസ് ആണ്, സയൻസ് ആൻഡ് ടെക്നോളജി ISRO ആണ്. 2024 നവംബറിൽ വിക്ഷേപിച്ച ഇന്ത്യയിൽ ഉൾപ്രദേശങ്ങളിലും ആകാശ പരിധികളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം. റീസെന്റ് ആയിട്ട് നമ്മുടെ വിമാനങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലും ഒക്കെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിനായിട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉപഗ്രഹം ഏതെന്നാണ് ചോദ്യം. GSAT-19, GSAT-20, IRS-1A, INSAT-4B. നിങ്ങൾ ആൻസർ കിട്ടിയോ? യെസ്, നമുക്ക് നോക്കാം. GSAT-20 അഥവാ GSAT-N2. GSAT-20 അഥവാ GSAT-N2 നമ്മുടെ ഇന്ത്യയില് ഉൾപ്രദേശങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വിമാനങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ആകാശ പരിധികളിലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-20 എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം സ്പേസ് എക്സ്, ഓക്കെ, സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഒരുപാട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ള സ്പേസ് എക്സിന്റെ ഒരു റോക്കറ്റ് ആണ് ഫാൽക്കൺ 9 എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസ് എക്സിന്റെ ഈ ഫാൽക്കൺ 9 റോക്കറ്റിൽ നിന്നാണ് ഈ ഒരു GSAT-20 എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഉപഗ്രഹം സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ വിക്ഷേപിക്കുന്നത്. അത് പഠിച്ചു വെക്കണം, ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? GSAT-20 അഥവാ GSAT-N2. GSAT-20 അഥവാ GSAT-N2 സ്പേസ് എക്സിൽ വിക്ഷേപിച്ച ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹമാണ്. ഇനി നമ്മുടെ US-ലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തത്, വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാൻ നിങ്ങളോട്. നമ്മുടെ സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ഉപഗ്രഹം ഏതാണെന്നും ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അടുത്തിടെ വിക്ഷേപിച്ച നമ്മുടെ ഉൾപ്രദേശങ്ങളിലും ആകാശത്തിലും ഒക്കെ ആകാശ പരിധികളിലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കാനുമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എന്ന രീതിയിലും എന്ത് ചെയ്യാം, ചോദിക്കാം. എന്തായാലും ISROയുടെ ദൗത്യമായതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ 10 ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എത്ര പേർക്ക് 10 ടോപ്പിക്കുകളാണെങ്കിൽ നമ്മൾ 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പിക്കിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ചിലത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ടോപ്പിക്കുകൾ ക്ലിയർ ആയി? അപ്പോൾ നമുക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണോ? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമുക്കിനി വീണ്ടും ഇതുപോലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.